ഉച്ച സമയത്തിട്ട് സാറ് പുറത്തേക്ക് വന്നിട്ട് കഞ്ഞി വെക്കാൻ അറിയോ എന്ന് ചോദിച്ചു ചേച്ചീൻ്റെ അടുത്ത്. ആ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തരുമോ? ചേച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ കാരണം ഞാൻ തടിച്ചുകൊണ്ടിരിക്കണേന്ന് പറയും. അമ്മയാണ് എനിക്ക് ഇതൊക്കെ കൊണ്ടുതരിക. ആര് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാലും എന്താ മോനെ ആ ഒരു സംഭവം എല്ലാവർക്കും വരുന്നുണ്ട്. ലാൽ സാറ് ഇറങ്ങിയപ്പോ ചേച്ചി കൈ തൊഴുതിട്ട് ഇങ്ങനെ നിക്കണം. ചേച്ചി ഇങ്ങനെ തൊഴുത് നിക്കണ്ട, അല്ല എന്റെ കൈ തന്നെ പൊന്തി പോകുന്ന, ഞാൻ പിടിച്ചു വെച്ചാലൊന്നും നിൽക്കും തോന്നില്ല പറയും. മനുഷ്യന് ഭയങ്കര ഫ്ലേവറാ ലാൽ സാറിൻ്റെ എന്ന് പറയും. ഒരു ദിവസം ബറോസിൽ തന്നെ ഒരു തൃശ്ശൂരിലൊരു ലേഡി വന്നു, കുറച്ച് പ്രായമുള്ളൊരു ചേച്ചിയാണ്, ഒരു 50 അങ്ങനെ ഏജിലുള്ള ചേച്ചിയാണ്. അപ്പം സാറ് ഇറങ്ങി വരുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് മോഹൻലാലിനെ കാണാൻ പറ്റുമോ? ആ കാണാം, ഇവിടുന്ന് ഇറങ്ങും. ചേച്ചി എന്തിനു വന്നതാ അവിടെ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു മുഖം. അപ്പം ഞാൻ ഹെയർ ഡ്രസ്സർ അല്ല എന്തോ ഒരു കുട്ടിയുടെ അസിസ്റ്റൻ്റായിട്ട് എന്നെ വെച്ചതാ, മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് ദൈവത്തെ പോലെയാണ്. ശരി ഓക്കെ, ഇറങ്ങുമ്പോൾ കാണാൻ ചേച്ചി എന്ന് പറഞ്ഞു. ലാൽ സാറ് ഇറങ്ങിയപ്പോൾ ഈ ചേച്ചി കൈ തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കണം. ലാൽ സാർ ഇങ്ങനെ പോവുക, തൊഴുതിട്ട് ഇങ്ങനെ നിന്ന്. ഇത് പ്രശ്നമാവുമല്ലോ, ഞാനിങ്ങനെ അല്ലിക്കും. അപ്പോൾ സാറിങ്ങനെ നോക്കിയിട്ട് സാറങ്ങ് പോയി. ഷോർട്ട് കഴിഞ്ഞ് സാറ് വീണ്ടും തിരിച്ചു വരും, ചേച്ചി പിന്നെയും തൊഴണു. അപ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെ തൊഴുത് നിൽക്കണ്ട, അല്ല എൻ്റെ കൈ തന്നെ പൊന്തി പോകുന്ന, ഞാൻ പിടിച്ചു വെച്ചാലൊന്നും നിൽക്കും തോന്നില്ല. ചേച്ചിക്ക് എന്താ വേണ്ടത്? അല്ല എനിക്ക് ഞാൻ ചേച്ചി കാണുന്നില്ലേ, ഇനി എന്താ ചേച്ചിക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു ഒന്ന് സംസാരിക്കാനൊക്കെ. ഞാൻ സംസാരിക്കാൻ അവരോട്. സംസാരിക്കാൻ എന്താ ചേച്ചി, കാണാമല്ലോ സാറ് തിരക്കില്ല, അഭിനയിക്കേണ്ടത് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പടമല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്ന് കണ്ടോട്ടെ. ഞാൻ ചേച്ചി ഇവിടെ നിന്നോ കണ്ടോ. സാറ് അങ്ങോട്ട് പോകുമ്പോഴും തൊഴും, ഇങ്ങോട്ട് വരുമ്പോഴും തൊഴും. ചേച്ചി തൊഴലോ തൊഴല്. ലാസ്റ്റ് സാറിങ്ങനെ കയറി വന്നിട്ട് പുതിയ ആളാണോ ചോദിച്ചു. ചേച്ചി അങ്ങ് ഞെട്ടിയില്ല. ആ ഞാൻ പുതിയ ആളാ. എവിടെ വീട്? പാറമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെ. ആ ഓക്കെ ഓക്കെ. ആ സുഖല്ലേ, എന്താ പേര്? എന്താ പേര്? എന്തിനു തൊഴണേ? കൈ താത്തു, കൈ താത്തി തൊഴണ എന്തിനാ? അല്ല ഇത് അറിയാൻ. ഇല്ല ഇനി പൊന്തില്ല, താത്തി വയ്ക്കുക കൈ ഇട്ടാ എന്ന് പറഞ്ഞിട്ട് സാറകത്തേക്ക് പോയി. അകത്ത് പോയി കഴിഞ്ഞിട്ട് സാറ് വൈകുന്നേരം ഉച്ച സമയത്തിട്ട് സാറ് പുറത്തേക്ക് വന്നിട്ട് കഞ്ഞി വെക്കാൻ അറിയോ എന്ന് ചോദിച്ചു ചേച്ചീൻ്റെ അടുത്ത്. ആ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തരുമോ? ഞാൻ പോയി വരുമ്പോഴേക്കെന്ന് പറഞ്ഞു. ചേച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറ് പോയി. ഈ ചേച്ചി ആ പറമ്പ് കൂടെ ഓടിപ്പോയി എവിടുന്നോ ചട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് റെഡിയാക്കി അടുപ്പൊക്കെ കൂട്ടി കഞ്ഞി ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി സാറിന് കൊടുത്തു. ആരാന്നൊന്നും അറിയില്ല, പക്ഷെ സാറിന് അത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരും. സാറിനൊരു ഇഷ്ടമാണ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തരും, അതൊക്കെ സാറിന് കൊണ്ടു കൊടുക്കും. സാറത് ഫുഡ് ഭയങ്കര ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും സാർ, നല്ല ഗംഭീരമായിട്ട്. ഒരു ദിവസം നമ്മൾ ബറോസിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന, കുക്കിംഗ് അല്ല വേറൊരു കാര്യം, ബറോസിൻ്റെ പിന്നെ ഓഡീഷൻ നടക്കുന്ന സമയം ഒരു കുട്ടി മാറി വേറൊരു കുട്ടിയായല്ലോ. അപ്പോൾ ആ കുട്ടീനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്, 2 ക്യാമറ വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്കായി, ലഞ്ച് ബ്രേക്കായി, ഇറങ്ങി എല്ലാവരും ഫുഡ് കഴിച്ച് സാറ് തിരിച്ചിങ്ങനെ കയറി. സാറ് സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ ഞാൻ പുറകിൽ വരണേ. സാറിങ്ങനെ നോക്കി എന്നെ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. സാറ് കയറി കഴിയട്ടെ. അനീഷ് ആ കുട്ടി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാറ് അതെന്താ കുഴപ്പമില്ല എന്ന്? ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ മോശം എന്നല്ലേ പറയേണ്ടത്. ഇതാണ് മലയാളികളുടെ പ്രശ്നം, കുഴപ്പമില്ല എന്നൊരു ഡിപ്ലോമാറ്റിക് ആൻസർ അല്ലേ. ചേക്ക ഫുള്ള് ചീത്ത. ഞാൻ സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമുണ്ടെന്നുള്ളൊരു അർത്ഥം കൂടി ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ആ കുട്ടി, നല്ലതാണോ നമ്മുടെ സിനിമയ്ക്ക്, അത് പറയുമോ? ഞാൻ മനസ്സിലായി നല്ലതാണ്, പിന്നെ എന്തിനാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആകെ ബഹളം. ഞാനാകെപ്പെട്ട് ഒന്നും പറയല്ല. സാർ അകത്തേക്ക് കയറിയിട്ട് രാജീവ് സാറിന്, രാജീവ് അനീഷിന് ആ കുട്ടി കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, അയാൾക്ക് ഇഷ്ടമായില്ല തോന്നുന്നു. അങ്ങനെ സാറി കുട്ടികളെ പോലെ പറഞ്ഞു നടക്കും. ഞാൻ രാജീവ് സാർ ഞാൻ അതെല്ലാം പറഞ്ഞേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ നല്ല സാറ് അത് മതി, ചെറിയ കാര്യമാണ്. പക്ഷെ സാറ് പറയുന്ന എസ് ഓർ നോ പറയണം. ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്കൊരു ഫുഡ് തന്നു, ഇഷ്ടമായോ? ഇഷ്ടമായി, അല്ലെങ്കിൽ ഇഷ്ടമായില്ല, കുഴപ്പമില്ല, ഇതെന്ത് ആൻസറാന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ കുറേ ആലോചിച്ചു. ശരിയമ്മ പണി പാളി. കാരണം നമുക്ക് പുള്ളീനെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ, വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെയാണ് സാറിന് തോന്നുന്നത്. അതാണ് സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി, അല്ലെങ്കിൽ അല്ല. കറക്റ്റ് ആൻസർ വേണം. ഞാൻ പെട്ടുപോയി. ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ അമ്മ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അമ്മേനെ നേരിട്ട് ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്നിട്ട് അമ്മേനെ കാണുമ്പോ പറയും, അമ്മ കാരണം ഞാൻ തടിച്ചുകൊണ്ടിരിക്കണേന്ന് പറയും. അമ്മയാണ് എനിക്ക് ഇതൊക്കെ കൊണ്ടുതരിക. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എല്ലാം. അത് അനീഷിന് അമ്മ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് കൊണ്ടു കൊടുക്കും. നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക,
ഏത് ഭക്ഷണവും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഇഷ്ടം. കൂടെ ഉള്ളവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ബിജേഷ്, ലിജു, അങ്ങനെ കുറെ പേരുണ്ട് കൂടെ സാറിന്റെ. അവരൊക്കെ അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടോ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടോ ഒന്നല്ല നിൽക്കില്ല. സാറിന്റെ കൂടെ നിന്ന് സാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഈവൻ സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അതൊക്കെ സാറിന്റെ ഭയങ്കര ഭാഗ്യമാണ്. കൂടെയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് നോക്കുക എന്നുള്ളത് നമുക്ക് കാശ് മാത്രമല്ലല്ലോ, അല്ലാണ്ടും കുറെ കാര്യമില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ അതേപോലെ അവരൊക്കെ ഫാനാണ് സാറിന്റെ. പണ്ട് മുതലേ ഉള്ള ഇഷ്ടമാണ് അവർക്കൊക്കെ. അങ്ങനെ ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഇത്രയും നേരം ഇപ്പൊ നമ്മൾ ലാലേട്ടനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ആ ഒരു ലാലേട്ടൻ പറയുന്ന ഓരോ ഡയലോഗ് പറയുമ്പോഴും ലാലേട്ടൻ്റെതായിട്ടുള്ള ഒരു സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്, ലാലേട്ടൻ്റെ ആ ഒരു ശൈലി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആര് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാലും എന്താ മോനെ ആ ഒരു സംഭവം എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അത്രത്തോളം നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ളതും സാറിനെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ ഇത്രയും വർഷത്തെ കുറേ പറയാം, നമുക്ക് ഇഷ്ടമുള്ള ആളെ കുറിച്ച് ഇഷ്ടം പോലെ നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് സാറിനെ കുറിച്ച് പിന്നെ സാറിൻ്റെ എല്ലാ മാനേഴ്സും എനിക്കറിയാം. സാറിൻ്റെ നടത്തം, മുണ്ടെടുക്കുന്നത്, കാല് കയറ്റി വയ്ക്കുന്നത്, ഇരിക്കുന്നത്, സാറ് എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത്, അതൊക്കെ എനിക്കറിയാം. അവർക്കും അതുപോലെ. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറയും മനുഷ്യന് ഭയങ്കര ഫ്ലേവറാണ് ലാൽ സാറിൻ്റെ എന്ന് പറയും. അവരൊക്കെ 6, 7, 10, 15 വർഷമായിട്ടുണ്ട്. പക്ഷെ അവർക്കില്ലാത്ത ഫ്ലേവർ എനിക്കുണ്ട് എന്ന് എപ്പോഴും പറയണ്ട. അതങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. പണ്ട് മുതലുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ശീലിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഷാജി കല സാറ് പോലും എപ്പോഴും പറയാം അനീഷിൻ്റെ കയ്യിൽ എപ്പോഴും ക്യാമറയാ, ലാൽ സാർ നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാണ്ട് വെറുതെ അവന് ബ്ലാങ്ക് ആയിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും, എടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നല്ല ഫോട്ടോസ് എപ്പോഴും അനീഷിന് കിട്ടുന്നതാണ്. ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും, എത്ര നേരം വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാ മൊമെന്റ്സും എനിക്ക് ബൈ ഹാർട്ടാണ് സാറിൻ്റെ. അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്.